Hi guys, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മിയുടെ അടുത്തൊരു ഫോണിനെ കുറിച്ചാണ്. ഈ റെഡ്മിയുടെ ഫോണുകളൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ ഒരുപാട് പേര് കമന്റിൽ കൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡ്മിയുടെ ഫോൺ എങ്ങനെയുണ്ട്, റെഡ്മിയുടെ നോട്ട് 8 പ്രോ എങ്ങനെയുണ്ട്, നോട്ട് 9 പ്രോ എങ്ങനെയുണ്ട്, നോട്ട് 9 എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് പേര് കമന്റുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെഡ്മിയുടെ ഫോണുകളൊക്കെ വരുന്നത് നല്ലൊരു ബഡ്ജറ്റിൽ വരുന്ന ഫോണും കൂടെ ആയതുകൊണ്ടും ഒരുപാട് ഫംഗ്ഷൻസും ഫീച്ചേഴ്സും ഒക്കെ വരുന്ന ഒരു ഫോണും കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ റിവ്യൂ ഒന്നും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മിയുടെ നോട്ട് 9 എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്റെ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 9-താണ്. ഇതിന്റെ മുന്നേ റെഡ്മിയുടെ രണ്ട് ഫോണുകളുടെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റെഡ്മി നോട്ട് 9 പ്രോൻ്റെതും അതുപോലെ തന്നെ റെഡ്മി നോട്ട് 8 പ്രോൻ്റെതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി ബഡ്ജറ്റ് ആയിട്ട് വരുന്ന ഒരു ഫോണും കൂടാണിത്. ഈ ഒരു ഫോൺ കാണുന്ന സമയത്ത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള റെഡ്മി നോട്ട് 9 പ്രോൻ്റെ ഒക്കെ അതേ ഒരു ലുക്കൊക്കെയാണ് കിട്ടുന്നത്. ചെറിയൊരു മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. ഇതാണ് റെഡ്മി നോട്ട് 9-ൻ്റെ ഒരു ബോക്സ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാ റെഡ്മിയുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴും കാണാൻ സാധിക്കുന്നപ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും ചെറിയൊരു ബോക്സാണ് മുകളിൽ വരുന്നത്. ആ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതും കൂടെ നോക്കാം. ഇതിൽ വരുന്നതും ഒരു സിം എജക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളും പിന്നെ ബാക്കിൽ ഇടാൻ പറ്റുന്ന ഒരു കവറുമാണ്. അടുത്തതായിട്ടാണ് നമ്മളെ ഫോണുള്ളത്. ഫോൺ മാറ്റി വെച്ചതിന് ശേഷം വേറെ എന്തൊക്കെ ആക്സസറീസും കൂടെ നോക്കാം. പിന്നെ വരുന്നത് ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും. അപ്പോൾ ഇത്രയാണ് ബോക്സിലുള്ള ആക്സസറീസ്. ഇതാണ് റെഡ്മി നോട്ട് 9 എന്ന് പറയുന്ന മോഡല്. ഫസ്റ്റ് തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. 6.53 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേയുമാണിത്. ഇതിൽ 16 Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 19:5:9 ആണ് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ഇതിൽ പിന്നെ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. 395-ൻ്റെതാണ് പിക്സൽ ഡെൻസിറ്റി ഉള്ളത്. 450 നെറ്റ്സ് ആണ് മാക്സിമം ബ്രൈറ്റ്നസ്സും കിട്ടുന്നത് ഈ ഒരു ഫോണിന്. ഡിസ്പ്ലേന്റെ മുകളിലായിട്ട് ഒരു പഞ്ച് ഹോൾ പോലെ കാണാം. അതാണ് സെൽഫി ക്യാമറ വരുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ കാണുന്ന സമയത്ത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള റെഡ്മി നോട്ട് 8 പ്രോൻ്റെ ഒക്കെ അതേ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഈ ഡിസ്പ്ലേക്കും വരുന്നത്. ബെസൽസ് ഒക്കെ വളരെ കുറവായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് കിട്ടുന്നത്. ഇനി നിങ്ങൾക്കറിയാം ഒരു ഫോണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡിസ്പ്ലേ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒന്നല്ല കിട്ടുന്നത്. എന്നാലും തരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേ ഒക്കെ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം അതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള റെഡ്മി നോട്ട് 9 പ്രോയിലൊക്കെ ഉള്ള അതേ ഒരു ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് ഈ ഒരു ഫോണിനും വരുന്നത്. ഇനി ഫോണിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ Helio G85 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിന് വരുന്നത്. അതുപോലെ തന്നെ മാലി G52 ആണ് ഇതിൻ്റെ ഒരു GPU വരുന്നത്. ഒരു പുതിയ ഒരു പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് G85 എന്ന് പറയുന്ന. ഇപ്പോൾ ഞാനിവിടെ കളിക്കുന്ന ഗെയിം ക്രിക്കറ്റ് ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. ചിലപ്പോൾ ഇതിലും ഹൈ ഗ്രാഫിക്സ് ഉള്ള ഗെയിം കളിക്കുന്ന സമയത്ത് ചെറിയൊരു ഹാങ്ങിങ്ങിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു ലാഗിൻ്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ ആൻഡ്രോയിഡ് 10.0യും അതുപോലെ തന്നെ MIUIയുടെ 11.5ഉമാണ് കിട്ടുന്നത്. ഇത് ഇനി രണ്ട് വേരിയൻറ്റിലായിട്ടാണ് അവൈലബിൾ ആവുന്നത്. 3GB റാമും 64GB ഇൻറ്റർണൽ സ്റ്റോറേജും 4GB റാമും 128GB ഇൻറ്റർണൽ സ്റ്റോറേജും. ഇനി ഇതിൽ നമുക്ക് 512GB വരെ മെമ്മറി കാർഡ് ഇട്ട് എക്സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡിലൊരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നേ ഇറങ്ങിയിട്ടുള്ള റെഡ്മി നോട്ട് 9 പ്രോയിലുള്ള അതേ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഇതിന് കിട്ടുന്നത്. റെഡ്മി നോട്ട് 9 പ്രോയിൽ നമുക്കൊരു ഗ്ലാസ് ഫിനിഷോടെ കൂടെ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ വരുന്നത് ഒരു ഗ്ലോസി ഫിനിഷിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കാണാം റെഡ്മി നോട്ട് 9 പ്രോ അതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 ഒരുമിച്ച് വെച്ച സമയത്ത് ഇതിൽ ഏതാണ് റെഡ്മി നോട്ട് 9 പ്രോ അതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 ഏതാണ് നമുക്ക് മനസ്സിലാവില്ല. രണ്ടും ഒരേ കളർ വെക്കുകയാണെങ്കിൽ തീരെ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതിൻ്റെ ക്യാമറ വരുന്നതും ബാക്കിയുള്ള എല്ലാ ഡിസൈനും നമുക്ക് സെയിം ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ 4 ക്യാമറകളാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിൻ്റെ ഒരു f1.8 അപ്പേച്ചർ വാല്യുള്ള ഒരു ക്യാമറ ആണ്. ഇനി സെക്കൻഡറി ക്യാമറ ആയിട്ട് വരുന്നതാണ് അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ. 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആണത്. ഇനി മാക്രോ ക്യാമറ ആയിട്ട് വരുന്നത് 2 മെഗാ പിക്സലിൻ്റെതും ഡെപ്ത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ക്യാമറ 2 മെഗാ പിക്സലിൻ്റെതും തന്നെയാണ്. ഇനി ക്യാമറകളൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ 1080-ൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. പിന്നെ 720-ൽ നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള ഒരു സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും സാധിക്കും. ഇനി ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആയിട്ട് കാണാം ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള റെഡ്മിയുടെ ഫോണുകളിലുള്ള അതേപോലെ തന്നെയുള്ള കുറച്ച് ഓപ്ഷൻസ് തന്നെ. സ്ലോ മോഷൻ കിട്ടുന്നുണ്ട്, ഷോർട്ട് വീഡിയോ, ഫോട്ടോ, വീഡിയോ, നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, പനോരമ മോഡ്, പ്രോ മോഡ്. പിന്നെ ഫോട്ടോയിലായാലും വീഡിയോയിലായാലും നമുക്ക് മാക്രോയിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിലും അൾട്രാ വൈഡ് ക്യാമറ വരുന്നത് കൊണ്ട് തന്നെ വീഡിയോയിലായാലും ഫോട്ടോയിലായാലും 123 ഡിഗ്രി വരെയുള്ള വൈഡ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കുന്നതാണ്. ക്യാമറയിൽ എന്തൊക്കെ ഓപ്ഷനാണോ വേണ്ടത് അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല അതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള റെഡ്മിയുടെ ഫോണുകളിലും ഇനി വരാനുള്ള നമ്മുടെ വീഡിയോസിലുള്ള റെഡ്മിയുടെ ഫോണുകളിലൊക്കെ ഇതേ ഒരു ഓപ്ഷൻ തന്നെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്.
ഇനി ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത് 10x വരെയാണ്. വീഡിയോ എടുക്കുന്ന സമയത്ത് 6x വരെയാണ് നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത്. ഇനി ഫോണിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 1080 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോസ് എടുക്കാം. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള റിയർ ക്യാമറയുടെ സെൽഫി ക്യാമറയുടെ കുറച്ച് സാമ്പിൾസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൽ എടുക്കുന്ന ഫോട്ടോസ് കുറച്ച് ലോ ലൈറ്റിലൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഒന്നും ഫോട്ടോസിനും വീഡിയോസിനും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ക്യാമറയുടെ സാമ്പിൾസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി തന്നെ ഫോട്ടോക്കും വീഡിയോസിനൊക്കെ കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറ ആയാലും നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലുള്ള ക്യാമറ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ Redmi Note 8 പ്രോയിലുള്ളതുപോലെ തന്നെയും അതുപോലെ തന്നെ Redmi Note 9 പ്രോയിലുള്ള അതേ ഒരു ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇതിനും വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു ക്വാളിറ്റി ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഇനി ഫോണിൻ്റെ സെക്യൂരിറ്റി ലോക്കായിട്ട് വരുന്നത് റിയർ മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് ലോക്കുമാണ്. രണ്ടും തന്നെ നല്ല സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതാണ് ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി. 5020 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഇതിന് കൂടെ വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു 9 വാട്ടിന് റിവേഴ്സ് ചാർജിങ് ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു നോർമൽ യൂസിലൊക്കെ നമുക്ക് 2 ദിവസമൊക്കെ കിട്ടാവുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ഫോണിന് വന്നിട്ടുള്ളത്. ഒരുപാട് ടൈം PUBG ഒക്കെ കളിക്കുകയാണെങ്കിൽ നമുക്കൊരു 7 മണിക്കൂർ മുതൽ ഒരു 9 മണിക്കൂർ വരെയൊക്കെ ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ തോതിലുള്ള മഴത്തുള്ളികളൊക്കെ എത്തുകയാണെങ്കിൽ ഈ ഒരു ഫോണിന് ഒരു പ്രശ്നം വരുന്നില്ല എന്നാണ് കമ്പനി പറയുന്നത്. എത്രമാത്രം സൗണ്ട് ഉണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ വരുന്ന കുറച്ച് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം വരുന്ന എല്ലാ ഫോണിലും ഉള്ളതുപോലെ തന്നെ ഡുവൽ 4G സപ്പോർട്ടാണ്, വൈഫൈയിൽ 5 GHz സപ്പോർട്ടാണ്, സ്ക്രീൻ മിററിംഗ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്, വോൾട്ടി സപ്പോർട്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള റെഡ്മിയുടെ ഫോണിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് IR സെൻസർ വരുന്നുണ്ട്. ഈ IR സെൻസർ വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു യൂണിവേഴ്സ് റിമോട്ടായിട്ട് TVയും AC ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഫോൺ വരുന്നത് 3 കളറിലായിട്ടാണ്, ഫോഴ്സ് ഗ്രീൻ, മിഡ് നൈറ്റ് ഗ്രേ, പോളാർ വൈറ്റ് എന്നിങ്ങനെയാണ്. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന പ്രൈസ് 3GB and 64GB 11,990 രൂപയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ്. അതുപോലെ തന്നെ 4GB and 128GB ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 14,990 രൂപയുമാണ്. ഇനി ഇതിൽ UAE വരുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 3GB and 64GB 445 ദിറംസ് ആണ്. അതുപോലെ തന്നെ 4GB and 128GB UAE വരുന്നത് 555 ദിറംസുമാണ്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റിൽ വരുന്ന ഫോണും കൂടാണ്. ഒരുപാട് ഫീച്ചേഴ്സും ഫങ്ഷൻസും ഒക്കെ വരുന്ന ഒരു ഫോണുമാണ്. ഒരു 10,000 മുതൽ 15,000 രൂപേൻ്റെ ഉള്ളിൽ ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണുമാണിത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ വരുന്ന ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് Redmi Note 9 പ്രോയിൽ വരുന്ന അതേ ഒരു ഫീച്ചേഴ്സൊക്കെ തന്നെ കിട്ടുന്നത്. ക്യാമറയിൽ മാത്രമുള്ള ചെറിയൊരു വ്യത്യാസം വരുന്നത്, അതുപോലെ തന്നെ പ്രൊസസ്സറിലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയുള്ള ഡിസ്പ്ലേ ആയാലും ബാക്കിലൊരു ഡിസൈനൊക്കെ തന്നെ സെയിമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റെഡ്മിയുടെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണും ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൈസിലൊക്കെ തന്നെയാണ് ഫോൺ വന്നിരിക്കുന്നത്. റെഡ്മിയുടെ ഏതൊരു ലോ ബഡ്ജറ്റിൽ വരുന്ന ഫോണായാലും അതുപോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണുകളൊക്കെ നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഫോൺ തന്നെയാണ് എല്ലാ ഫോണും വരുന്നത്. അത്യാവശ്യം വെയിറ്റ് വരുന്ന ഒരു ഫോൺ തന്നെയാണിത്. 199 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസിൽ നിന്ന് കിട്ടാവുന്ന മറ്റുള്ള ഏതൊരു ഫോണിൽ നിന്നൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഹൈ ബാറ്ററി കപ്പാസിറ്റിയും കിട്ടുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത പ്രൊസസ്സറും അതുപോലെ തന്നെ നല്ലൊരു വലിയ ഡിസ്പ്ലേ ഒക്കെ തന്നെ ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയാണ് Redmi Note 9 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ കൂടി വന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഇനി അങ്ങോട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ ബെൽ ബട്ടണും കൂടെ ഓണാക്കി വെക്കുക. ഇനി ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.